പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തൻ്റെ 80ാം പിറന്നാൾ ആഘോഷിക്കുകയുണ്ടായി. ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയാം. കാരണം ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ ഇനി ഒരു സംസ്ഥാനത്ത് മാത്രമേ CPM ഭരണത്തിലുള്ളൂ. ആ ഭരണത്തിലുള്ള പാർട്ടിയുടെ 9 വർഷക്കാലത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയാം. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ തൻ്റെ 80ാം പിറന്നാൾ ആഘോഷിച്ചത്. സ്വാഭാവികമായും അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പിണറായി വിജയൻ 80 വയസ്സ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായി. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു സമുന്നത നേതാവാണ് MP വീരേന്ദ്രകുമാർ. ആ വീരേന്ദ്രകുമാറിൻ്റെ മകനും മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഉടമയുമായിട്ടുള്ള ശ്രീമാൻ ശ്രേയംസ് കുമാർ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ലേഖനം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അരോചകമായി. പക്ഷേ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ തന്നെ പിണറായി വിജയനെ ഈ പറഞ്ഞ പോലെ മത്സരിച്ച് പുകഴ്ത്തുകയായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമത്തിലോ അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തിലോ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വിമർശനപരമായി വിലയിരുത്തുന്ന ഒരു ലേഖനം പോലും കാണാൻ കഴിഞ്ഞില്ല. അവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകും. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ്റെ കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏതാണ്ടൊരു 100 വാരെ അടുത്ത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് പാണ്ഡ്യാല ഷാജി. പാണ്ഡ്യാല ഷാജി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ കുറിച്ചൊന്ന് ഓർത്തു. ഞാൻ കഴിഞ്ഞ ദിവസം പാണ്ഡ്യാല ഷാജിയുമായി ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നേരം അദ്ദേഹം പിണറായി വിജയൻ ആരാണ്, പിണറായി വിജയൻ എങ്ങനെയാണ് ഉയർന്നു വന്നത്, വളർന്നത് എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്താണെന്നുള്ളത് സംബന്ധിച്ച് വിശദമായി എന്നോട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൻ്റെ ഓഡിയോ സംഭാഷണമാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരെ ആ ഓഡിയോ സംഭാഷണം കേൾക്കാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. അതിന് മുമ്പ് 3-4 തവണ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് 9 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം 80 വയസ്സ് അദ്ദേഹത്തിന് തികഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളും മറ്റ് അച്ചടി മാധ്യമങ്ങളും ഒന്നാകെ പിണറായി വിജയൻ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹം വളരെ ഇച്ഛാശക്തിയുള്ള ആളും ആർജവമുള്ള ആളും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരുത്തൻ, ദീപക് ധർമ്മടം എന്നാണ് പേര്, വന്നിട്ട് സ്വന്തം അമ്മയുടെ നഖം വരെ വെട്ടിക്കൊടുക്കുമായിരുന്ന ആളാണ് പിണറായി വിജയൻ എന്ന നിലയിലുള്ള ഉൾപ്പെടെ ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ദീർഘകാലം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയ ആക്രമണത്തിനൊക്കെ വിധേയനായി. എന്തായാലും പിണറായി വിജയന്റെ വീടിന് വളരെ അടുത്ത് താമസിക്കുന്ന ഒരാളാണല്ലോ. അതെ അതെ. അപ്പൊ സ്വാഭാവികമായും ഈ 80 വയസ്സ് പിണറായി വിജയനെ തികഞ്ഞ ഈ ഒരു വേളയിൽ പിണറായി വിജയനെ പതിറ്റാണ്ടുകൾ അടുത്ത് കണ്ട ഒരാളെന്നുള്ള നിലയിൽ എന്താണ് അങ്ങേക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാല് സ്വന്തം കാശ് അല്ലെങ്കിൽ സർക്കാരിന്റെ കാശ് അത് ഉപയോഗിച്ച് ഇയാളുടെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്ന സംഭവം ആഘോഷിക്കുകയാണ് ശരി. നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കേണ്ട വിഷയം, ഇ. ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇതുവരെ ഇത്തരം ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നോ? ഒന്നുമല്ല. ഇപ്പൊ ഈ പാർട്ടി CPI എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനല്ലേ സഖാ VS ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്തെ ഒരു പ്രാമാണികനായ ഒരു നേതാവും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു സംഭവം ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ ഇത് മീഡിയാസിനെയും പ്രിന്റ് വിഷ്വൽ മീഡിയാസിനെയും അതുപോലെ സോഷ്യൽ മീഡിയാസിനെയും ആളുകളെ മുഴുവൻ തന്നെ വിളിച്ച് ഇവരെ കിങ്കരന്മാരെ കൊണ്ട്, കിങ്കരന്മാരെന്നല്ല യെസ്മാൻമാരെ കൊണ്ട് ഇത്തരത്തിലുള്ള ശിൽബന്ധികൾ ഏർപ്പാടാക്കി കൊടുത്തിട്ട് ഇയാളങ്ങ് ആഘോഷിച്ച് ഇയാളെന്നത് ഭയങ്കര സംഭവമാണെന്ന് പറയിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ കേരളീയ പൊതുസമൂഹത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം ധിക്കാരമാണ്, അവരെ അപമാനിക്കുന്നതിന് തുല്യമാണിത്. രണ്ടാമത് ഈ ദീപക് ധർമ്മടം എന്ന് പറഞ്ഞത്, ദീപക് ധർമ്മടത്തിന് എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അയാൾ എങ്ങനെയാണ് തലശ്ശേരിയിലെ മാധ്യമ രംഗത്ത് വന്നത് എന്ന് നമുക്കറിയാം. പിന്നെ അതൊന്നും നമ്മുടെ ഈ ഒരു വിഷ്വൽ മീഡിയക്കകത്ത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും
ഒരാൾ എന്താണ് എന്ന് അവനവനെ കുറിച്ച് പോലും ബോധ്യമില്ലാത്ത രീതിയിൽ സംസാരിപ്പിച്ചിട്ട് അത് ഭയങ്കര സംഭവമായി ഒരു മീഡിയയിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന സാധനം ആ പറഞ്ഞതിൻ്റെ അതൊരു പ്രായമുള്ള ഒരു പ്രായമുള്ള സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായിലെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ലീലേച്ചിയാണ് അത് പറയുന്നത്. കാലിന് നഖംപെട്ടി കൊടുക്കുന്ന സംഭവം. ഈ കാലിന് നഖംപെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് മക്കളാണ് സാധാരണ പ്രായമുള്ളതാണ് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനാവട്ടെ അമ്മയാവട്ടെ സാധാരണ സമയമുള്ള സമയത്ത് വെട്ടിക്കൊടുക്കൂലേ? പിന്നെ അതിന് ഇവർ പറയുന്ന ന്യായം ഇത്രയും തിരക്ക് എന്തായിരുന്നു? തിരക്ക് പിടിച്ചൊരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായി ഇയാൾ എന്താണ് വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലോ പിണറായിലോ ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ എന്തെങ്കിലും വെറുതെ പൊറോട്ട അടിക്കുന്ന പോലെ ഇങ്ങനെ പറയലല്ലോ. എന്താണ് സാമൂഹ്യ ജീവിതത്തിനകത്ത്, രാഷ്ട്രീയ ജീവിതത്തിനകത്ത്, സാംസ്കാരിക ജീവിതത്തിനകത്ത്, സംഘടനാ പ്രവർത്തനത്തിനകത്ത്, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപര അവബോധം നിർമ്മിക്കുന്നതിനകത്ത്, ഇയാളുടെ സംഘാടന രംഗത്ത് ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? പൂജ്യമല്ലാന്ന് ആരെങ്കിലും ഒരാൾ പറയുമോ? പിന്നെ എന്തിനാണ് ഈ പറയുന്ന 80 വയസ്സ് തികയുന്ന സംഭവം ഇത് കൊണ്ടുവരുന്നത് പറയുന്നത്? ഞാനെന്തോ ഭയങ്കരമാണ് എന്ന് ഞാൻ തന്നെ പറയലാണ്. പണ്ടൊരു തവണ ഞാൻ തന്നെ പറഞ്ഞാണ് ഈ ആണ്ടി വലിയ അടിക്കാരനാന്ന് പറയേണ്ട ആണ്ടിയൊന്നുമല്ല. ഇയാൾക്ക് മഹത്വം ഉണ്ടെങ്കിൽ ആ മഹത്വം പറയേണ്ടത് ആരാണ്? കേരളത്തിലെ പൊതുജനങ്ങൾ പറയണം അയാൾക്ക് മഹത്വമുള്ള ഒരാളാണ് എന്ന്. ഈ മഹത്വമുള്ള ഒരാളാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിനകത്ത് ഇയാൾ പേരെടുത്തിട്ടൊന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ കേരളത്തിനകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പം കേരളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് വി.എസ്. അച്യുതാനന്ദൻ 102 വയസ്സായി. വി.എസ്. അച്യുതാനന്ദൻ ഇപ്പൊ പൊതുരംഗത്ത് പിന്നെ സജീവമല്ല. അപ്പൊ സജീവമായിട്ടുള്ള ഏറ്റവും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇന്ത്യയിലുള്ള ആകപ്പാടെയുള്ള ഒരു CPM മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അയാൾക്കൊരു പ്രസക്തിയും പ്രാധാന്യവും ഇന്നത്തെ പൊതുസമൂഹത്തിൽ ഇല്ലേ? അല്ല, നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ ഇയാൾക്ക് പ്രായമുണ്ട് എന്ന് പറഞ്ഞത് ശരി. പ്രായമൊന്നും ഒരിക്കലും ഒരാളുടെ പക്വതയോ പാകതയോ നിശ്ചയിക്കുന്നില്ലല്ലോ. പ്രായവും പക്വതയുള്ള പാകതയോ നിശ്ചയിക്കുന്ന ഒരു ഘടകവും ഇയാളുടെ വ്യക്തി ജീവിതത്തിലില്ല, ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലും ഇല്ല. അതുകൊണ്ട് ആ സത്യത്തെ അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവച്ച ഒരാളാണ് ഇയാൾ. അതിനിർണായകമായി സ്റ്റിൽ ഹി ഈസ് കണ്ടിന്യൂയിങ്. അത് തന്നെയാണ് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ, സംഘടനയെ പൂർണ്ണമായി നശിപ്പിച്ചു, അതിന്റെ രാഷ്ട്രീയം നശിപ്പിച്ചു, അതിന്റെ പ്രത്യയശാസ്ത്രപര അവബോധം നശിപ്പിച്ചു. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി സംഘപരിവാർ ആലയിൽ കൊണ്ടുപോയി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസത്തെ ഇയാൾ കെട്ടിക്കൊടുത്തു എന്നതാണ് ഇയാൾ ഈ കേരളത്തിലും ഇന്ത്യയിലെ പാർട്ടിക്കും ഇയാൾ നടത്തിയ സംഭാവനയാണ്. വേറെ ഒരു സംഭാവനയല്ല. അതാണ് വാസ്തവത്തിൽ ഇയാളുടെ കോൺട്രിബ്യൂഷൻ. വേറെ എന്താണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ? എന്താണ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമുക്ക് ആർക്കും അറിയാൻ പറ്റുമോ? അപ്പൊ അതില്ലാത്ത ഒരാള് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കും. ഇതേപോലെ തന്നെ ഈ വരുന്ന 28-ാം തീയതിയാണ് ലെജൻഡ് എന്ന പേരിൽ ദ ലെജൻഡ്, കണ്ണൂർ ജില്ലയിൽ ലെജൻഡ് എന്ന് പറയാൻ ആരാണ് ലെജൻഡ്? കണ്ണൂർ ജില്ലയിലെ ലെജൻഡ് എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ട് സഖാവ് KPR ഗോപാലേട്ടൻ. രണ്ടാമത് വരുന്ന ആരാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആയിരുന്ന സഖാവ് കാന്തലോട്ട് കുഞ്ഞമ്പാട്ടൻ. മൂന്നാമത് ലെജൻഡ് എന്ന് പറഞ്ഞ എന്താണ്? ലെജൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇതിഹാസം എന്ന് പറയുന്നത് എന്താ? 28-ാം തീയതി എന്താ സംഭവിക്കാൻ പോകുന്നത്? 28-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയി അസോസിയേഷന്റെ ഭാഗമായി വരുന്ന ഒരു സംഘടനയുണ്ടല്ലോ. ആ സംഘടനയാണ് ഇയാളുടെ ഒരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിക്കുന്നു. പിണറായി ദ ലെജൻഡ്. നോക്കൂ നിങ്ങൾ എത്രമാത്രം ആഭാസമാണെന്ന്, എത്രമാത്രം ആഭാസം. എങ്ങനെയാണ് ഇയാൾ ലെജൻഡ് ആവുന്നത്? എങ്ങനെയാണ് ലെജൻഡ് ആവുന്നത്? ബുച്ചറിങ്ങിന്റെ വിലയാണോ? അതിൽ ആ ദീപക് ദർപ്പണം എന്ന് പറഞ്ഞ വിദ്വാൻ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ വീടിന്റെ കരുതലാണ്. ആരുടെ കരുതൽ? വീടിനെ ഗംഭീരമായി കരുതി ആർക്കും ഒരു എതിരഭിപ്രായമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഐദർ CPI ഓർ CPIM ഈ രണ്ട് സംഘടനാ രൂപങ്ങൾക്കകത്ത് ഇതുപോലെ കുടുംബത്തിലേക്ക് സാധനം കൊണ്ടുപോയിരിക്കുന്ന ഒരാളെ പേര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പേര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അത് മാത്രമോ ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരു കുടുംബം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? CPM-ലുണ്ടോ? CPI-ലുണ്ടോ? വേറെ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? ഇങ്ങനത്തെ സാധനം കോൺഗ്രസ് ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് ഇതുപോലെ ഇല്ല. ഉള്ളതുപോലെ തന്നെ നമ്മളെ പോലത്തെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകൾ മാത്രമാണ്. അപ്പൊ സത്യത്തിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ സ്വന്തം കാശ് കൊടുത്ത് ഇയാൾക്ക് വന്നിരിക്കുന്ന ഒരു അർമാദിപ്പുണ്ട്. ഇയാൾ വാസ്തവത്തിൽ മതിഭ്രമം പിടിപെട്ടിരിക്കുന്ന ഒരാളാണ്. അധികാരത്തോടുണ്ടായിരിക്കുന്ന ആർത്തിയും ഭ്രാന്തും പൂത്ത് അതില്ലെങ്കിൽ ഒരു നിമിഷ നേരം പോലും നിൽക്കാൻ കഴിയില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിരുന്നു ഈ അവസാനം വന്നിരിക്കുന്ന തിരുവാതിരയുടെ പാട്ട് വരുന്നതല്ലേ? സാധനം വരുന്നില്ലല്ലോ.
ആ പാട്ടിന് അതിലെ പറഞ്ഞ് ഇയാൾ ലോകം മുഴുവൻ അറിയിക്കുന്നത്, ലോകം മുഴുവൻ അറിഞ്ഞതിലൂടെയാ ലാവനം കേസിലൂടെയാ ഈ കേരളം മുഴുവൻ അറിഞ്ഞത്. മറ്റേ അല്ലാതെ എന്തിന്റെ പേരെ അറിഞ്ഞത് ഇതുപോലൊരു കള്ളൻ കേരളത്തിൽ ഭരിക്കുന്നുണ്ടെന്നും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്നും അയാളാണ് ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയത്. ഇപ്പൊ നിലനിൽക്കുന്നതിന് ഏക മുഖ്യമന്ത്രി ലോകം അറിഞ്ഞത് ഇയാൾ ഈ മോഷണം ഈ കള്ളത്തരത്തിലൂടെയല്ലേ? അല്ല കേരളത്തിലെ പാർട്ടിയിൽ വിഭാഗീയത ഇല്ലാതാക്കിയത് അദ്ദേഹമാണെന്നല്ലേ? ആ കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കിയതിന്റെ ഫലമാണ് ആ പാർട്ടി ഇങ്ങനെയായത്. വി എസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, വി എസുമായി ബന്ധമുണ്ടാക്കി, വി എസുമായിട്ട് കൂടെ നിൽക്കാതില്ല, വി എസുമായി രാഷ്ട്രീയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ ഒന്നൊന്നായി അരിഞ്ഞു തള്ളിയപ്പോ ഉണ്ടായിരിക്കുന്ന ശൂന്യതയുണ്ട്. ആ ശൂന്യതയാണ് വാസ്തവത്തിൽ വിഭാഗീയത ഇല്ലാതാക്കിയെന്ന് ഇയാളെ പോലത്തുള്ള ആൾക്കാരും ഇയാളുടെ ശിൽബന്ധികളും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സംഭവം അതാണ്. അതല്ലാതെ ഏത് വിഭാഗീയതയാണ് ഇല്ലാതാക്കിയത്? ഇപ്പൊ നിലവിൽ സംഭവിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ ഇയാൾ പറയുന്നത് മാത്രമായി അവസാനത്തെ വേദവാക്യമായി മനസ്സിലായി അല്ലേ? അതിലാണ് സംഭവിച്ചത്. അത് ശരിക്കും കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുടെ ആളുകളുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാളെ ജനകീയ വിചാരണ ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ആ പാർട്ടിക്കകത്ത് നടത്തണമെന്നുള്ളതാണ്. ഇതിന് സ്കോപ്പൊന്നും ഇല്ല അതിനകത്ത് ആ പാർട്ടിക്കകത്ത്. പക്ഷേക്കും ഞാൻ പറയാണ്, അതാണ് വാസ്തവത്തിൽ വളർന്നു വരേണ്ടിയിരിക്കുന്ന യഥാർത്ഥ ചർച്ച. അതാണ്. ഇല്ലെങ്കിൽ ഈ കേരളത്തെ ഇതുപോലെ മുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ സാമ്പത്തികമായി മുടിച്ചു, രാഷ്ട്രീയമായി മുടിച്ചു, സംഘടനാപരമായി മുടിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് മേഖല മുഴുവൻ മുടിച്ചു, എല്ലാ മേഖലയും എന്താ ഇയാളും ഇയാളുടെ പാർശ്വവർത്തികളും മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു ഫോക്കസ് ഒരു സംസ്ഥാനത്തിനെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുകയാണ്. ഈ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവരെ തുടർഭരണം വേണമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമല്ല, അധികാരം വിട്ടൊഴിയാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് മാത്രമാണ്. മറിച്ചല്ലാതെ വെറുതാണ് അതിനകത്ത് ഒരു മണ്ണാങ്കട്ടി കളിക്കില്ല. ഇയാളുടെ ഒരു നേതൃത്വം ആയതുകൊണ്ടല്ലേ 2021 ഒന്നുകൂടി അധികാരത്തിൽ വന്നത് ആദ്യമായി. രണ്ടാമത് വന്നതിന് കഥ എന്താ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കേരളത്തിലെ ഒരു 17-18 മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ, ഈവൻ അഴീക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലായി എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന്. സാധാരണയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന NDA ഗവൺമെന്റിന്റെ കക്ഷിയായിരിക്കുന്ന BJP പ്രയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് വാസ്തവത്തിൽ കേരളത്തിനകത്ത് പ്രയോഗിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ശബരിനാഥ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അരീക്കോടെ തോറ്റത്. ഇങ്ങനെ വരുന്ന ഒരുപാട് 14-16 മണ്ഡലങ്ങൾ എണ്ണി പറയാൻ പറ്റിയിരിക്കുന്ന 16 മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങൾക്ക് അത് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കാസ്റ്റ് ഡിവിഷൻ വിഭജനം ഉണ്ടാക്കി. ആ വിഭജനത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ തവണ തിരിച്ചു വന്നത്. അതോടൊപ്പം തന്നെ ഒരു കിറ്റ് എന്നുള്ള സാധനം കൊടുത്ത് പറ്റിക്കുകയും ചെയ്തു. ആ പറ്റിച്ചതിന്റെ ഫലം എന്താണ്? കേരളം ഏതാണ്ട് 6 ലക്ഷം കോടിയിൽ പരം വരാവുന്ന കടബാധ്യതയിലേക്ക് കേരളം ചുരുങ്ങി എന്നുള്ളതാണ്. പിരിഞ്ഞു പോകുന്ന ആളുകൾ കൊടുക്കാൻ കാശ് പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. ആശാവർക്കർമാർ സമരം, ഈ പറയുന്ന വൈതാളികന്മാരുണ്ട്, ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന വൈതാളികന്മാർ, ഈ വൈതാളികന്മാർ എല്ലാം ഏതെങ്കിലും ഒരാൾ ഇതുപോലെ കോല് കൊടുത്തു പോയിട്ട് ഇയാൾ ചോദിക്കട്ടെ, നിങ്ങളുടെ 80ാമത്തെ വാർഷിക ഇതിന്റെ ഭാഗമായി ഈ ആശാവർക്കർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചോ? ഒരൊറ്റ പോയി ചോദിക്കൂല. ചോദിച്ചതേ ഒരു ഓർമ്മയുണ്ടാവും. ഈ ദീപക് നർമ്മണം പോയി ചോദിക്കുവോ? ഒന്നും ചോദിക്കൂല. ഇത് ചോദിക്കാതെ എന്താ പറയുക, നാട്ടുകാരുടെ മുമ്പിൽ ഇത് ഭയങ്കരമാണെന്ന് പറഞ്ഞത് എന്താണ് സഖാവേ വാസ്തവത്തിൽ? ഇത് ഒരു കേരളീയ പൊതുമനസ്സിന്റെ സാമാന്യമായ ബുദ്ധിയെ ഇത്രയേറെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുക, അത് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുക. ഈ ആഘോഷിക്കാതെ കേരളത്തിനകത്ത് വാസ്തവത്തിൽ പൗരബോധമുള്ള മനുഷ്യരില്ല എന്നാണ് അർത്ഥം. മറ്റെന്താ അർത്ഥമാണ് ഇതിനകത്തുള്ളത്? ഏത് മേഖലയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ, സംഘടനാ രംഗത്ത് SFI രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ, DYFI രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ, മഹിളാ രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ, NGO രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ, സെക്രട്ടേറിയറ്റിൽ സംഘടനകൾ എടുത്തു നോക്കിക്കോ. സെക്രട്ടേറിയറ്റിലെ സംഘടനയിൽ ഇയാളെ വാഴ്ത്താൻ മത്സരിക്കുകയാണ്, വാസ്തവത്തിൽ മത്സരിക്കുകയാണ്. അതിന്റെ മുകളിൽ വരാവുന്ന കണക്കുകളുടെ വിഷയങ്ങൾ, അതിനോട് ചെലവഴിക്കുന്ന ധൂർത്തന്റെ വിഷയങ്ങൾ, അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമാക്കുകയോ ചെയ്യുന്നു. ഇത് മുഴുവൻ തന്നെ ഇയാൾ പാർട്ടിയെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധതയാണ് മുഴുവൻ സംഘടനക്കകത്ത് പ്രയോഗിക്കുന്നതാണ്. പണ്ട് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇയാളെ 80 വയസ്സ് ഇത് ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ കേരളത്തിലെ ജനം സംഘടിച്ചു നിന്ന് ഇയാളെ തെരുവിൽ തടയുകയോ അല്ലെങ്കിൽ തെരുവിൽ ഇയാളെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കുവാനുണ്ട്. കാരണം ഇയാൾ അത്രമാത്രം ക്രൈം ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ളൊരു പഴങ്കഥയായില്ലേ ഇയാൾ വന്നപ്പോൾ? രാഷ്ട്രീയ കൊല അല്ലല്ല, അതിനകത്ത് വരുന്നൊരു വിഷയം എന്താ? ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സഡൻബറിക്കിടാൻ്റെ കാരണം ശരിക്കും എന്താ പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഞാനിപ്പോ നേരത്തെ ഒരു CMPയുടെ പ്രവർത്തനം എന്നുള്ളവർക്ക് വരുന്നത് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിരോധത്തിന്റെ നിരയും ജനാധിപത്യത്തിന്റെ നിരയും പറഞ്ഞ് അതിന്റെ ഫലമായി ഉയർന്നു വന്നിരിക്കുന്ന വലിയൊരു ബഹുജന സമ്മർദ്ദമുണ്ട്. ആ ബഹുജന സമ്മർദ്ദത്തിന്റെ ഭാഗമായി മറ്റ് ജനാധിപത്യ പാർട്ടികളും ഇതിന്റെ ഭാഗമായി ചേരുകയും അതോടുകൂടി വന്നപ്പോൾ ഒരു വിഷയം കൂടി വന്നു. അതിനകത്ത് ഇങ്ങനെ പോയാൽ എനിക്ക് ഭരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയും വന്നു. ഈ ഭരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നതിന്റെ ഫലമാണ് P. ജയരാജൻ CPMന്റെ എന്താ പറയാ അതിന്റെ കീ സ്റ്റോണിൽ നിന്ന് ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് സാക്ക് ചെയ്യപ്പെടുന്നു. P. ജയരാജൻ ഇപ്പൊ എവിടെയുണ്ട്? ചിത്രത്തിൽ എവിടെയുണ്ട്? ഇവിടെയും ഇല്ലല്ലോ. മിസ്റ്റർ M എന്ന് പറഞ്ഞ കഥാപാത്രം ഒരാൾ വരുന്നു, അവരുമായി ഒരു രാജിയാവുന്നു.
രാജിയാവും. പിന്നീട് പി ജയരാജൻ എന്താണ് ചെയ്യാനുള്ളത്? നമ്മളിപ്പോൾ തിരിച്ചെന്ന് ചോദിക്കുക, പി ജയരാജൻ നമ്മളിപ്പോൾ പറയുകയാണ് ഒരു 1500 ആൾക്ക് സദ്യ ഉറപ്പി കൊടുക്കണമെന്നുള്ള ഒരു ചുമതല ഇയാൾ പി ജയരാജനെ ഏൽപ്പിക്കും? ഒരിക്കലും ഏൽപ്പിക്കില്ലല്ലോ. പകരം ഒരാൾ ശരിപ്പെടുത്താനുണ്ട് എന്നുള്ള ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന ചുമതല അയാൾ ഭംഗിയായി നിൽക്കാൻ അയാൾക്ക് അത് മാത്രമേ അറിഞ്ഞുള്ളൂ. ഈ പണി നിങ്ങൾക്ക് എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാനില്ല. കാരണം നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ഉണരുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ശ്വസിക്കുന്നത് അവരെ കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഈ നശീകരണ രാഷ്ട്രീയത്തിനെതിരായി വന്നത് വാസ്തവത്തിൽ വലിയ തോതിലുണ്ടായിരിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന്റെ പൊതുബോധത്തിന്റെ വളർച്ചയാണ്. ഈ പൊതുബോധത്തിന്റെ വളർച്ചയാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇയാൾ ഇപ്പോൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികേട് മുഴുവൻ അതാണ്. ആ പൊതുബോധത്തെ തകർക്കണം. തകർന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ വികസനത്തിന്റെ മേഖലയിൽ ഗെയിൽ പദ്ധതി ആവട്ടെ, അല്ലെ വിഴിഞ്ഞം പദ്ധതി ആവട്ടെ, അല്ലെങ്കിൽ ദേശീയപാതയാവട്ടെ, ഇതൊക്കെ വലിയ തോതിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണല്ലോ ഇയാൾ ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. അത് ശരിക്കും എന്താ പറഞ്ഞാല് അതിന് സങ്കടം തോന്നുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. കേരളത്തിന്റെ ദേശീയപാത വികസിച്ചു, ഗെയിൽ പദ്ധതി കൊണ്ട് ഇത് മുഴുവൻ തന്നെ സ്വകാര്യവൽക്കരണത്തിന്റെ വികസനമില്ലാതെ വേറെ വികസനമാണത്. അതിലെവിടെയാണ് പൊതുധാരണയുള്ളത്? അല്ലെങ്കിൽ പൊതുബോധം എവിടെയാണുള്ളത്? അത് നടപ്പിലാക്കിയെന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഒരു ആനുകൂല്യം അവർക്ക് നടപ്പിലാക്കുന്നത് അവർക്ക് നാളെ കേരളം പിടിക്കാനുള്ള ഒരു വഴിമരുന്നാണിത്. ഈ വഴിമരുന്നിന് ഉപയോഗിക്കേണ്ട ടൂൾ മാത്രമായി ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ ഇവൻ എന്തിനാണ് ഈ മനുഷ്യൻ ചവിട്ടി പുറത്താക്കണ്ടില്ല? പാർട്ടിക്കകത്തുനിന്ന് ചവിട്ടി പുറത്താക്കട്ടെ. ഒരു ലജ്ജയുമില്ലാതെ അയാൾ ഇപ്പോഴും പറയുന്നതില്ലേ? ഒരു ലജ്ജയില്ലാതെ പറയാണ് ഇതെല്ലാം ഞാനാണ് കൊണ്ടുവന്നത്. ഇത് നേരെ തിരിച്ചെടുക്കുക. ഈ ദേശീയവാദ എന്ന സംഭവം വരുന്നതിന് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയതാരാ? ഇതേ പാർട്ടി CPM അല്ലേ? ഇവരെ ആരെങ്കിലും ആയിരുന്നോ? ദേശീയവാദ വികസനത്തിന് ഇപ്പൊ എനിക്കിപ്പം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, 80 വയസ്സ് തികഞ്ഞ ഈ പിണറായി വിജയൻ തികഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നേതാവിനെ കുറിച്ച് അവസാനത്തെ ചോദ്യം എന്നുള്ള നിലയിൽ എന്താണ് കേരളീയ പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോടും പാണ്ഡ്യാല ഷാജി എന്നുള്ള നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് ചുരുക്കി പറഞ്ഞാൽ? അല്ല, എനിക്ക് സത്യം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അകത്തെ കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിൽ വളർന്നു വരേണ്ടിരിക്കുന്ന വലിയ ജനാധിപത്യ മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് ശരിക്കും ഇത്തരത്തിലുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാറ് സാധാരണ കേരളത്തിൽ നിന്നാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ബംഗാളിൽ നിന്നാണ്. ഈ രണ്ട് സംഭവമാണ് തകർക്കപ്പെട്ടത്. ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട്, CPM-ന്റെ നേതൃത്വത്തിൽ. പക്ഷെ ആ സംഭവം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റ് ഏതാ വെച്ചാൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങൾക്കകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊള്ള അടിക്കുന്നു എന്ന് പറയുന്ന സാധനം. അതിനെല്ലാം മറികടന്നു കിടക്കാവുന്ന കൊള്ളയുടെ ഒരു രംഗഭൂമിയായി ഈ കേരളം മാറി എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ വികസനത്തിന്റെ വിഷയത്തിനകത്ത് പോലും 25% ഞങ്ങൾ കേന്ദ്രത്തിന് കാശ് കൊടുത്തു. 50%, 60%, 70% കൊടുത്ത സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഇതുപോലും കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളോ അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളോ കേരളത്തിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വവും പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ള നിലയിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് സമയപരിമിതി കൊണ്ട് ഒന്ന് ചുരുക്കി ഈ നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ അടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതാണ് അടിച്ച് പുറത്താക്കണം. അടിച്ച് പുറത്താക്കുക എന്ന് വെച്ചാൽ എന്താ പറയാ, തിരിച്ചു വരാനാവാത്ത വിധത്തിലേക്ക് ഇവരെ അടിച്ച് പുറത്താക്കണം. പിന്നെ ഒരു വലിയ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ നുണ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ലെയർ എന്താ പറഞ്ഞാൽ ഒരു 10-15 വർഷക്കാരും ഈ നുണ പിന്നെയും അവിടെ നിൽക്കും, അത്ര എളുപ്പത്തിൽ പോവില്ല. പക്ഷേ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാംസ്കാരിക രംഗത്തെ മേഖല, സംഘടനാ രംഗത്ത് ഇത് മുഴുവൻ തന്നെ ഒഴിവാക്കി കേരളത്തെ കൃത്യമായി ജനാധിപത്യവൽക്കരിക്കാനുണ്ടായിരിക്കുന്ന അത് എപ്പോഴും രൂപം കൂടെ ഒരു പാർട്ടിയുടെ പക്ഷത്തു നിന്നല്ല, മറിച്ച് സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുടെ വലിയ തോതിലുണ്ടായിരിക്കുന്ന ജനാധിപത്യ മൂവ്മെന്റുകൾ വരുന്നത്. ആ മൂവ്മെന്റാണ് വാസ്തവത്തിൽ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം എന്ന് പറയുന്നത്. അതുപോലെ റോഡിന്റെ വിഷയങ്ങൾ, ഇങ്ങനെ വരാതെ ഒട്ടനവധി വിഷയങ്ങളിലൂടെ കടന്നു വരാവുന്ന ഒരു വലിയ മൂവ്മെന്റ് വാസ്തവത്തിൽ കേരളത്തിൽ നടക്കും. ആ മൂവ്മെന്റിനെയാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൗരാവലി ഒന്നടങ്കം ബാക്ക് ചെയ്യുകയും ഇതുപോലുള്ള ഈ സോഷ്യൽ ഫാസിസ്റ്റ് സംഘടനാ പ്രവർത്തന രീതിയെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായി 2026 തെരഞ്ഞെടുപ്പ് മാറണം എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ മനസ്സുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യവും സത്യസന്ധവുമായി പറയാനുള്ളത്. പിന്നെ സഖാവേ, ശരി, വളരെ നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി.